മലയാള സിനിമയിൽ ഇത് റിലീസിന്റെ കാലഘട്ടമാണ്. കഴിഞ്ഞ മാസത്തിലാണ് ലാലേട്ടന്റെ എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തത്. 4K അറ്റ്മോസ്ഫിയർ ഫീച്ചേഴ്സ് എല്ലാം വെച്ചുകൊണ്ട് മലയാളികൾ കുടുംബത്തോടു കൂടി ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഹൊറർ പേടിപ്പെടുത്തുന്ന ഒരു സിനിമ മണിച്ചിത്രത്താഴ്. അത് രണ്ടാമത് വന്നപ്പോഴും ജനം ഏറ്റെടുത്തു, നല്ല കളക്ഷൻ ലഭിച്ചു. അതിനു മുമ്പ് ഏറ്റവും ആദ്യം സ്ഫടികം ആടുതോമയെ റിലീസ് ചെയ്തിരുന്നു. ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ദേവദൂതൻ എന്ന് പറയുന്ന തിയേറ്ററിൽ അമ്പെ പരാജയപ്പെട്ടു പോയ സിബി മലയിൽ ലാലേട്ടൻ കൂട്ടുകെട്ടിലെ സിനിമ റിലീസിന് ഒരുങ്ങുന്നു എന്ന് കേട്ടപ്പോൾ അത് വല്ലാത്ത അത്ഭുതം ഉണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചത് ചരിത്രമാണ്. എന്താണ്ടായേ? ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കൊണ്ട് റിലീസിന് ആളുകൾ തിയേറ്റർ വിട്ട ആ ദേവദൂതൻ എന്ന സിനിമ കയ്യടിയോടുകൂടി ആളുകൾ സ്വീകരിച്ചു കേരളത്തിൽ. അതൊരു വലിയ സംഭവമായിരുന്നു. എന്നാൽ ഞാൻ ഇത് പറയാനല്ല ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നത്. ഇന്ന് പാലേരി മാണിക്യം എന്ന് പറയുന്ന മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ് മമ്മൂക്കയ്ക്ക് നേടിക്കൊടുത്ത രഞ്ജിത്തിന്റെ സിനിമ, TP രാജീവന്റെ സ്ക്രിപ്റ്റിലുള്ള രഞ്ജിത്തിന്റെ സിനിമ പാലേരി മാണിക്യം റിലീസ് ചെയ്തു. പക്ഷെ പല സ്ഥലങ്ങളിലും ടിക്കറ്റ് ബുക്കിംഗ് ഇല്ലാതെ ഷോ ക്യാൻസൽ ചെയ്തു എന്നുള്ള വാർത്ത മാധ്യമങ്ങൾ ഇങ്ങനെ വരുന്നു. അതിനോടൊപ്പം ചോദിക്കുന്ന ഒരു ചോദ്യം, മമ്മൂട്ടിയുടെ ആരാധകർ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഒരു സിനിമ എന്തിനാണ് റിലീസിന് ആരാണ് തിരഞ്ഞെടുത്തത് എന്ന ചോദ്യം സോഷ്യൽ മീഡിയ മുഴങ്ങി കേൾക്കുന്നു ഇന്നത്തെ രാത്രിയിൽ. അതോടൊപ്പം ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ആരാധകർ തമ്മിൽ കശപിശയിലേക്കും സോഷ്യൽ മീഡിയയിലെ ഗോഗോ വിളികളിലേക്കും പോകുന്നു എന്നുള്ളത് കൂടി ഒരു രസകരമായ കാഴ്ചയാണ്. അതെന്തെങ്കിലും ആവട്ടെ, മമ്മൂക്കയും മോഹൻലാലും നമ്മുടെ മലയാളത്തിന്റെ മഹാനടന്മാർ തന്നെയല്ലേ. അവര് റിലീസോ നല്ല സിനിമകൾ വരുന്നു, എത്രയോ മികച്ച പെർഫോമൻസുകൾ നടത്തി. വാലിബനൊക്കെ വളരെ മോശമായി മമ്മൂക്കയുടെ ടീം പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ നമുക്കതിനെ ഫീൽ ചെയ്യേണ്ടത്. മമ്മൂക്കയുടെ പ്രമേയുഗം പോലുള്ള മികച്ച സിനിമകൾ ഇപ്പോഴും പെർഫോമൻസ് കൊണ്ട് അത്ഭുതപ്പെടുത്തുന്നു. അങ്ങനെ രണ്ടുപേരെയും ഒരേ തട്ടിലല്ല, വ്യത്യസ്ത തട്ടുകളിൽ അഭിനയത്തിന്റെ വ്യത്യസ്ത രീതികൾ കൊണ്ടാണ് അളക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.